ഒരു കാർ മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗത്തിൽ ഓടിയപ്പോൾ ഒരു നിശ്ചിത ദൂരം 9 മണിക്കൂർ കൊണ്ട് ഓടി പൂർത്തിയാക്കി. അതേ ദൂരം 6 മണിക്കൂർ കൊണ്ട് പൂർത്തിയാക്കണമെങ്കിൽ കാറിന്റെ വേഗത മണിക്കൂറിൽ എത്ര കിലോമീറ്റർ വർദ്ധിപ്പിക്കണം? ഇതാണ് ചോദ്യം. അപ്പോൾ ആദ്യം ഓടിയ വേഗത അറിയാം, പിന്നെ അതിനെടുത്ത സമയം അറിയാം. അതൊന്നാമത്തെ കേസ്. ഇനി രണ്ടാമതൊരു കേസിൽ അതേ ദൂരം തന്നെ 6 മണിക്കൂർ കൊണ്ട് ഓടിയെത്തണമെങ്കിൽ അതിന്റെ വേഗത എത്ര വർദ്ധിപ്പിക്കണം എന്നാണ് ചോദ്യം. ഇതിൽ അതേ ദൂരം എന്നുള്ളതാണ് പോയിന്റ്. അപ്പൊ ദൂരത്തിൽ മാറ്റമില്ല. അപ്പൊ ദൂരം കണ്ടുപിടിക്കാൻ നമുക്ക് വേഗത ഇൻറ്റു സമയം, ഇതാണ് ദൂരത്തിന്റെ ഇക്വേഷൻ. ആദ്യത്തെ കേസിൽ വേഗത 40 ആണ്, സമയം 9 മണിക്കൂറാണ്. അപ്പോൾ ദൂരം എത്രയാണ്? 360 കിലോമീറ്റർ. അപ്പോൾ ടോട്ടൽ ദൂരം 360 കിലോമീറ്റർ ആണ്. ഈ രണ്ടാമത്തെ കേസിൽ എന്താണ് പറഞ്ഞത്? അതേ ദൂരം തന്നെയാണ്. അപ്പോൾ 360ൽ മാറ്റമില്ല. പിന്നെ പറഞ്ഞു 6 മണിക്കൂർ കൊണ്ട് പൂർത്തിയാക്കണം. 6 മണിക്കൂർ കൊണ്ട്, 9 മണിക്കൂറിന് പകരം 6 മണിക്കൂർ കൊണ്ട് പൂർത്തിയാക്കണം. ആ സമയത്ത് ഈ വേഗത എത്രയാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ എക്സ് ഇൻറ്റു ആർ ഈക്വൽ ടു 360 എന്നുള്ളതാണ് രണ്ടാമത്തെ ഇക്വേഷൻ. ഈ എക്സ് കണ്ടുപിടിച്ചാൽ നമുക്ക് ഉത്തരത്തിന്റെ അടുത്തെത്താം. എക്സ് ഈക്വൽ ടു 360/6 ഈക്വൽ ടു 60 കിലോമീറ്റർ പെർ അവർ. അപ്പൊ രണ്ടാമത്തെ വേഗത എത്രയാവണം? 60 കിലോമീറ്റർ പെർ അവർ ആവണം. 40 കിലോമീറ്റർ വേഗതയിൽ 9 മണിക്കൂർ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ 6 മണിക്കൂർ കൊണ്ട് സഞ്ചരിച്ച് തീർക്കണമെങ്കിൽ വേഗത എത്രയാവണം? 60 ആവണം. ചോദിച്ചത് ഇതാണോ? അല്ല. എത്ര കിലോമീറ്റർ വർദ്ധിപ്പിക്കണം എന്നാണ് ചോദ്യം. അപ്പൊ 40 ഉള്ളത് 60 ആവണമെങ്കിൽ എത്ര വർദ്ധിപ്പിക്കണം? 20 കിലോമീറ്റർ പെർ അവർ വേഗത വർദ്ധിപ്പിക്കണം. ഇതാണ് ഉത്തരം.